അവിടെ നിന്ന് പോയി അടയ്ക്കാൻ പറയുന്നത് എങ്ങനെയാണ് പരിപാടി നോക്കി ചെറിയൊരു ഓഫീഷ്യൽ പ്രോഗ്രാം ഓക്കെ അല്ലേ നമുക്ക് ഇവിടെ വെക്കാം മലയല്ല അവരെങ്ങനെയാ ഈ സാധനം ഇവിടെ വയ്ക്കാം സംസാരിച്ച ശേഷം അതൊരു കാര്യം ചെയ്യാം. ഒരു ചെറിയ വലിയൊരു ചടങ്ങൊന്നുമല്ല, കാരണം ദേവൻ സാർക്ക് അങ്ങോട്ട് വരണമെന്നുണ്ടായിരുന്നതാണ്. പക്ഷേ ഒരു യാത്രയുടെ ഒരു പ്രശ്നം. പക്ഷേ അടുത്ത തവണ അടുത്ത ഒരു 2 മാസം കഴിഞ്ഞിട്ട് എന്തായാലും തീർച്ചയായിട്ടും അങ്ങോട്ട് എല്ലാവരും വിസിറ്റ് ചെയ്യാനായിട്ട് വരാമെന്ന് പറഞ്ഞു. ഞാൻ ആദ്യമേ ഒരു നന്ദി പറയുന്നത് സത്യത്തിൽ നമ്മുടെ ഫോറസ്റ്റിലെ ഉദ്യോഗസ്ഥരാണ്. നമ്മുടെ ശില്പിക സാറുണ്ട്, ഉണ്ണി സാറുണ്ട്, എല്ലാവരും ഉണ്ട്. അവർ എനിക്ക് പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ 2 തവണ നമ്മുടെ ഉറവമ്പാടി അടക്കമുള്ള സ്ഥലങ്ങളിൽ പോയപ്പോൾ അവർ പറഞ്ഞത് ഞങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യം ഇങ്ങനെ ഒരു കാര്യമുണ്ട് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞപ്പോഴാണ് സത്യത്തിൽ അതിന് പിന്നിൽ നമ്മളുടെ ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ തന്നെയായിരുന്നു. കാരണം ഞങ്ങൾക്ക് എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയിട്ട് അവരുടേതായിട്ടുള്ള പരമാവധി ഒരു സപ്പോർട്ട് എപ്പോഴും ഒന്ന് പറയാറുണ്ട്. അപ്പോൾ അത് ആദ്യമേ ഞാനൊരു നന്ദി പറയുന്നത് സത്യത്തിൽ ഇതിൻ്റെ ആളുകളോട് തന്നെയാണ്. പിന്നെ നമ്മുടെ ഇന്നിവിടെ നെന്മാറയിൽ നമ്മുടെ ഫോറസ്റ്റർ ആയിട്ടുള്ള മണികണ്ഠൻ സാറ് അതിൽ എപ്പോഴും കോൺടാക്ട് ചെയ്യുന്നത് മണികണ്ഠൻ സാറുമാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യത്തിൽ ഞാനൊന്ന് ഓർമ്മപ്പെടുത്തലാണ്. ഒരു ചെറിയൊരു ചടങ്ങ് പോലെ മാത്രമേ ചെയ്യുന്നുള്ളൂ. ഔപചാരികമായിട്ടൊരു സ്വാഗതം എന്ന് പറയുന്നതിനായിട്ട് സാറിന് തന്നെ ഒന്ന് ഒരു പറഞ്ഞാണ് സാറിന് അധ്യക്ഷനായിട്ട് വേണം. ഇവിടെ എത്തിച്ചേർന്ന നമ്മുടെ കേരളത്തിലും മറ്റു ഭാഷകളിലും പലപേര് പ്രിയങ്കരനും എല്ലാവർക്കും അറിയാവുന്ന പുലിമാറ്റ് വായിച്ച വിജയൻ സാർ, പിന്നെ ഈ പദ്ധതി നടപ്പിലാക്കുന്നതിന് വേണ്ടി വന്ന് അതിൻ്റെ ഭാരമായി എല്ലാവർക്കും എത്ര ബുദ്ധിമുട്ടാണെങ്കിലും ഉറവമ്പാടി പോലൊരു ഊരിൽ ഇങ്ങനെയൊക്കെയുള്ള സംരംഭങ്ങൾ നടത്താനായിട്ട് വന്ന് എല്ലാവർക്കും ഓരോരുത്തരുടെയും പേരിൽ വ്യക്തമായ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പേരിലും ഇവിടെ എത്തിച്ചേർന്ന ഓരോരുത്തരുടെയും പേരിൽ ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. നമ്മുടെ ഉണ്ണി സാറുണ്ട് അധ്യക്ഷനായിട്ട്. ഞാൻ ഉണ്ണി സാറിനെ ഒന്ന് സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. എന്നിട്ട് എൻ്റെ പറഞ്ഞു വണ്ടി പോയിക്കോട്ടല്ലേ ക്ലോസ് ചെയ്തു, വണ്ടി കടത്തി. ബാക്ക്ഗ്രൗണ്ട് നമ്മുടെ പ്രിയപ്പെട്ട ആക്ടർ ആദരണീയ ദേവൻ സാർ, അതുപോലെ CLSൻ്റെ ഭാരവാഹികൾ, നമ്മുടെ ഉറവമ്പാടി ഉന്നതിയിലെ മൂപ്പൻ, പ്രൊമോട്ടർ വിജയ്, മറ്റ് ഇവിടെ എത്തിയ എല്ലാവർക്കും സ്വാഗതം പറഞ്ഞു. സ്വാഗതം. പിന്നെ ഇവിടെയുള്ള ഉറവമ്പാടി ഉന്നതിയിൽ തേക്കടിയിൽ തന്നെ ഞങ്ങളിവിടെ CLSൻ്റെ ഭാരവാഹികൾ കാണുന്ന സമയത്ത് പറയാറുണ്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുവാണെങ്കിൽ അവർക്ക് എന്തെങ്കിലും ചെയ്യണം എന്ന് പറയാറുണ്ട്. അപ്പോൾ കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്യുക എന്നാണ് ആദ്യം അറിയിച്ചിട്ടുള്ളത്. അതിൻ്റെ കാര്യങ്ങൾ അത് കിട്ടും. ഇനി കുട്ടികളുടെ ലിസ്റ്റേ കൊടുത്തിട്ടുണ്ട്, അത് ഉടനെ കിട്ടുമെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ നമുക്ക് ഉറവമ്പാടി ഉന്നതിക്ക് ഒരു കാർഷിക ഉൽപ്പന്നങ്ങൾ അല്ല കാർഷിക ഉപകരണങ്ങളാണ് ഇപ്പോൾ വിതരണം ചെയ്യാൻ വേണ്ടി വന്നിരുന്നത്. അപ്പോൾ ഇതിപ്പോൾ ഒരു തുടക്കം മാത്രമായിട്ട് കണക്കാക്കിയാൽ മതി. ഇനി അവർക്ക് അങ്ങോട്ട് വരാനുള്ള ചെറിയ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് മാത്രമാണ് അവർ വരാതിരിക്കുന്നത്. അപ്പോൾ ഇനി കുറേ ഇനി സാധനങ്ങൾ കൊണ്ടുവരും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇതേപോലെ തന്നെ നല്ല നല്ല നമുക്ക് ഉപകാരപ്രദമായ കാർഷിക ഉൽപ്പന്നങ്ങൾ ഉപകരണങ്ങൾ നമുക്ക് തരും. അതുപോലെ കുട്ടികൾക്കുള്ള പഠനോപകരണങ്ങളും കൊണ്ടുവന്ന് തരും എന്ന് വിചാരിക്കുന്നു.
ഇതിൽ CLSൻ്റെ ഭാരവാഹികളും ഞങ്ങളുടെ ദേവൻ സാർക്കും എല്ലാവർക്കും നന്ദി പറയുന്നു. അത് പറയാനുള്ളൂ. അപ്പോൾ ഒരു ഔപചാരികതയിൽ കാര്യമായിട്ടൊന്നും പറയുന്നില്ല. ഇതിൻ്റെ ഒരു കാര്യം ഇങ്ങനെ സൂചിപ്പിച്ചപ്പോൾ സത്യത്തിൽ ദേവൻ സാർ കുറേ ആയി നമുക്ക് 1.5 വർഷം ഇത് പ്ലാൻ ചെയ്തിട്ട് ശരിക്കും നമ്മൾ ഇവിടേക്ക് വരാനായിട്ട്. അപ്പോൾ ഈ ഒരു കാര്യം പറഞ്ഞപ്പോൾ സത്യത്തിൽ ഈ ഒരു മിഷണറിയുടെ സംവിധാനങ്ങൾക്ക് നമുക്കൊരു സപ്പോർട്ട് തന്നത് നമ്മുടെ വിജയേട്ടൻ കൂടിയായിരുന്നു. ഈ വിജയേട്ടനാണ്. അപ്പോൾ വിജയേട്ടൻ ദേവൻ സാർക്ക് അത് ഹാൻഡ് ഓവർ ചെയ്യുക. സാറ് നമ്മുടെ ഉന്നതിയിലുള്ള നമ്മുടെ മൂപ്പനടക്കമുള്ള ആളുകൾക്ക് ഒന്ന് ഹാൻഡ് ഓവർ ചെയ്യും. അത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് പ്രസൻസോട് അപ്പോൾ അതിന് മുൻപ് തുടക്കം ഇട്ടിട്ട് പോകാൻ തോന്നുന്നു. അപ്പോൾ ഈ ഒരു പരിപാടിയുടെ ഔപചാരികമായ ഒരു ഉദ്ഘാടനം ചെയ്യാനായിട്ട്, കാരണം നിങ്ങളെല്ലാവരും കാണണമെന്ന് വരണം എന്നുള്ളതൊരു ആഗ്രഹത്തിൽ തന്നെയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനത്തിന് വേണ്ടിയിട്ട് നമ്മുടെ CLSL ചെയർമാനും അതോടൊപ്പം തന്നെ പലപ്പോഴും അറിയപ്പെടാത്ത ഒരാളായിരിക്കാം, സാമൂഹ്യ പ്രവർത്തന മേഖലകളിൽ സജീവമായിട്ട് 10-25 വർഷമായിട്ട് സജീവമായിട്ട് കേരളത്തിന് വിവിധ ഭാഗങ്ങളിൽ, ഇപ്പോൾ വയനാട് മുതൽ തിരുവനന്തപുരം വരെയുള്ള പ്രദേശങ്ങളിൽ ഇപ്പോൾ കുട്ടികളുടെ കാര്യങ്ങളാണെങ്കിലും ആദിവാസി മേഖലകളിൽ ഇപ്പോൾ നിങ്ങൾക്ക് പറയുകയാണെങ്കിൽ വയനാട് ഒരു 38 ഊരുകളിലേക്കുള്ള TV കുട്ടികളുടെ പഠനത്തിന് വേണ്ടിയിട്ടുള്ള 43 ഇഞ്ചിൻ്റെ TVയും അതിൻ്റെ ഡിഷും സംവിധാനങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് 38 ഊരുകളിലാണ് വയനാട് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കൊടുത്തത്. അപ്പോൾ ഏകദേശം 10-22 വീടുകളിലേക്കുള്ള മേൽക്കൂര നൽകുന്നതിനുള്ള സംവിധാനങ്ങൾ, അങ്ങനെ ഒരുപാട് സഹായങ്ങൾ സമൂഹത്തിന് ചെയ്യുന്ന ഒരാളാണ്. പക്ഷേ അതൊന്നും പബ്ലിസിറ്റി ഓറിയൻറ്റഡ് ആയിട്ടോ അങ്ങനെയൊന്നുമല്ല. പക്ഷേ വളരെ സജീവമായിട്ട് സാമൂഹ്യ പ്രവർത്തന മേഖലയിൽ നിലനിൽക്കുന്ന ഒരു വ്യക്തിത്വം കൂടിയാണ് ദേവേട്ടനെ സ്നേഹപൂർവ്വം ഞാൻ ഈ പരിപാടിയിൽ ഉദ്ഘാടനം ചെയ്യുന്നതിനായിട്ട് ക്ഷണിക്കുക. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഈ ഫോറസ്റ്റ് ഓഫീസേഴ്സ്, അതുപോലെ സർക്കാരിൻ്റെ പ്രതിനിധികളെ എല്ലാവരും, എൻ്റെ കൂട്ടുകാരായവരൊക്കെ ഈ CLSLൻ്റെ ഒരു ഭാഗം തന്നെയാണ് ഞാനും. ഒരുപാട് വർഷങ്ങളായിട്ടുള്ള ഒരു അസോസിയേഷനാണ് ഈ CLSL മെസ്സേജ്. ഇപ്പോൾ ഞാൻ പറഞ്ഞു, ഇപ്പോൾ ഇവിടെ സഹായം എന്ന് പറഞ്ഞല്ലോ, സഹായമല്ല ഇത് നിങ്ങളോട് ഞങ്ങൾക്കുള്ള ഒരു ഉത്തരവാദിത്വമുണ്ട്. സമൂഹത്തിനോട് എല്ലാ പൗരന്മാർക്കും ഉത്തരവാദിത്വങ്ങളുണ്ട്. അപ്പോൾ അവർ പോയിക്കോട്ടെ. ഇത് ശരിക്കും പറയുകയാണെങ്കിൽ സഹായം അല്ല ഇതൊക്കെ. ഇത് നിങ്ങൾ അവിടെയുള്ള ഈ സഹായം എന്ന വാക്കല്ല ഉപയോഗിക്കേണ്ടത്. ഇത് ഒരു പൗരൻ എന്ന നിലയ്ക്ക് ഞാനും മറ്റുള്ളവരൊക്കെ ചെയ്യേണ്ട ചില കടമകളാണ്, ഉത്തരവാദിത്തങ്ങളാണ്. അതിന് നിങ്ങൾ അർഹരാണെന്നുള്ളതാണ്. അപ്പോൾ ഒരു സഹായമായിട്ട് കാണരുത്. ഇത് സഹായമല്ല, ഇത് ഞങ്ങളുടെ ഒരു ഉത്തരവാദിത്തത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ നമ്മളെല്ലാവരും നിൽക്കുന്നത് ഈ CLSL. ഇപ്പോൾ ഈ അശോകനൊക്കെ വളരെ വർഷങ്ങളായിട്ടുള്ള എൻ്റെ കൂടെ തന്നെയുണ്ട്, ഞാൻ അവരുടെ കൂടെ തന്നെയുണ്ട്. അപ്പോൾ ഇപ്പോൾ ഞാൻ പല സ്ഥലങ്ങളിലും ഇവിടെ വയനാടുകളിലൊക്കെ ഞാൻ പോയിട്ടുണ്ടായിരുന്നു. വയനാട് കാടുകളിലൊക്കെ സ്ഥലങ്ങളിലൊക്കെ പോയിരുന്നു. അപ്പോൾ ഒരുപാട് പിന്നെ കാടിനെ പറ്റിയും കാട്ടിലെ മനുഷ്യരെ പറ്റിയിട്ടൊക്കെ ഒരുപാട് വായിക്കുകയും അറിയുകയും അനുഭവിക്കുകയും ചെയ്തിട്ടുള്ള ഒരു മനുഷ്യനാണ് ഞാൻ. അപ്പോൾ അതിൻ്റെ വെളിച്ചത്തിൽ തന്നെയാണ് ഞാൻ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, ഇപ്പോൾ നമ്മൾ ടൗണിൽ വെച്ചിട്ട് നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനൊക്കെ നല്ലത്. അവിടെ നമുക്ക് പബ്ലിസിറ്റി വേണമെങ്കിൽ ടൗണിൽ വെച്ചിട്ട് എല്ലാ മീഡിയയും വിളിച്ചു വരുത്തി ചെയ്യാൻ പറ്റും. അതല്ലാതെ ഇതിങ്ങനെ നിങ്ങളെപ്പോലെ ഒരുപാട് പ്രശ്നങ്ങളുള്ള ആൾക്കാരുണ്ടല്ലോ. അപ്പോൾ അവിടെ പോവായിട്ട് നമ്മൾ വളരെ ഇൻറ്റീരിയറായിട്ടുള്ള, ആരും ചെന്ന് നോക്കാതെ ഒരുപാട് അകലങ്ങളിൽ ജീവിക്കുന്ന നിങ്ങളെ അടുത്ത് കാണാനും നിങ്ങളോട് എന്താണെന്നുള്ള കാര്യങ്ങൾ അറിയാനൊക്കെ. അപ്പോൾ ഞാൻ കുറേ കാര്യങ്ങൾ അറിഞ്ഞപ്പോൾ ഇപ്പോൾ ഇന്നലെയൊക്കെ ഞങ്ങൾ ഇവിടെയൊക്കെ പല സ്ഥലങ്ങളിലും പോയിരുന്നു. അപ്പോൾ അവിടുത്തെ ഈ ആദിവാസി ആ സമൂഹത്തിൻ്റെ ഒരുപാട് കാര്യങ്ങൾ എനിക്കറിയാം, ഇതിൻ്റെ കാര്യം. അപ്പോൾ അവരായിട്ട് സംസാരിക്കുമ്പോൾ ഒരുപാട് വേദനാപൂർവ്വമാണ് നമ്മൾ സംസാരിക്കുന്നത്. ഇത്രയൊക്കെ നമുക്കുണ്ടായിട്ട് കൂടി, ഇത്രയും സർക്കാരുകൾ ഇത്രയും കാര്യങ്ങളിൽ അവർ ശ്രദ്ധാപൂർവ്വം ചെയ്തിട്ട് കൂടി അവരുടെ മനോഭാവത്തിൽ ഒരു മാറ്റം വരുത്താൻ പറ്റിയിട്ടില്ല. ഇപ്പോഴും അവർ ഒരു അരക്ഷിതാവസ്ഥ ഉണ്ട് നിങ്ങൾക്കൊക്കെ.
ഒരു ഭയം ഉണ്ടല്ലേ. പിന്നെ അപ്പോൾ അത് മാറ്റിയെടുക്കേണ്ട നമ്മൾ ഏറ്റവും ഇതേപോലത്തുള്ള സർവീസിനോടൊപ്പം തന്നെ അവരെ ഒരു ബോധവൽക്കരിച്ചുകൊണ്ട് നമ്മുടെ മെയിൻ സ്ട്രീമിലേക്ക് കൊണ്ടുവരാനായിട്ടുള്ള ഒരു സംഗതി കൂടിയും അശോകൻ ടീം ചെയ്യേണ്ടിയിരിക്കുന്നു. കാരണം അവരിപ്പോൾ എന്ന് വെച്ചാൽ ഒരു അധികൃതരായിട്ട് മാറുകയാണ് നമ്മുടെ സമൂഹത്തിൽ. ഒരു കാലത്ത് അതായത് കാട് എന്ന് പറയുന്നത് ഈ മനുഷ്യൻ്റെ ജന്മഗ്രഹമാണ്. മനുഷ്യൻ ജനിച്ചതും വളർന്നതും കാട്ടിലാണ്. അപ്പം നമ്മുടെ പൂർവികന്മാരെന്ന് പറയുന്നത് ഇവരുടെ പൂർവികന്മാരാണ് നമ്മുടെയൊക്കെ കാരണന്മാർ. അപ്പോൾ അവരിങ്ങനെ ജീവിക്കുന്നത് കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു വേദന നമ്മൾ മനസ്സിലാക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു കാരണം നമ്മൾ സമൂഹത്തിന് അറിയില്ല. ഈവൻ നമ്മളുടെ ഈ രാഷ്ട്രീയ മേഖലയിലുള്ള ആൾക്കാർക്ക് വരെ ഈ കാട് എന്ന് അല്ലെങ്കിൽ ഒരു ഫോറസ്റ്റ് എന്ന് പറയും, വനം എന്ന് പറയുന്നതിന് അത്രയൊന്നും പഠിച്ചിട്ടില്ല ഇവർ. ഇപ്പം നമ്മൾ ഭരിക്കുന്നവരുണ്ടല്ലോ, അവരാണ് ഏറ്റവും കൂടുതൽ അറിയേണ്ടതും പഠിക്കേണ്ടതും. പക്ഷെ അവർ നമ്മൾ നോക്കുമ്പോൾ ഇതിന് ഒരുപാട് പ്രശ്നങ്ങളുള്ള ഈ വന്യജീവികളുടെ പ്രശ്നങ്ങൾ, ഈ വനത്തിൻ്റെ അകത്തുള്ള പ്രശ്നങ്ങൾ, അവരുടെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾ, അവരുടെ വിദ്യാഭ്യാസത്തിൻ്റെ, ഇവർ കുട്ടികൾക്കുള്ള ഒരു വിദ്യാഭ്യാസം എവിടെയെങ്കിലും ക്ലാസ് റൂമിൽ പോകാനായിട്ടുള്ള സ്കൂളൊക്കെ ചിലപ്പോൾ 10-15 കിലോമീറ്റേഴ്സ് അകലെയായിരിക്കാം. അതിന് നമ്മൾ ഇതേവരെ ഒരു സൗകര്യങ്ങൾ ചെയ്ത് കൊടുത്തിട്ടില്ലല്ലോ. അങ്ങനെ വേണമല്ലോ അത് പോകുന്ന. അപ്പം അവരുടെ ജീവിതത്തിലേക്ക് ഒരു ശ്രദ്ധ കൊണ്ടുവരിക എന്നുള്ളതാണ് ഈ CLSLൻ്റെ മുഖ്യമായ ഒരു അജണ്ട എന്നുള്ളതുകൊണ്ട്. CLSL എന്ന് വെച്ചാൽ വലിയൊരു ശരിക്കും ഇവർ ഒരു ആശ്രയം എന്ന് പറയുന്ന ഒരു ചെറിയൊരു സംഘടനയുമായിട്ട് വന്നവരാണ്. ആ സംഘടനയുടെ പ്രവർത്തനങ്ങളിൽ ആകൃഷ്ടനായിട്ടാണ് ഞാൻ ഇവരെ കൂടെ കൂടിയത്. മനസ്സിലായില്ലേ? അങ്ങനെ ഇവർ വളർന്ന് വളരെ രീതിയിൽ ഇപ്പോൾ ഇന്ത്യയിലെ പല സ്ഥലങ്ങളിലും ഇവർക്ക് പ്രോജക്റ്റുകളുണ്ട്. ഒരുപാട് പ്രോജക്റ്റുകൾ ചെയ്യുന്നത് ഇതേപോലെ തന്നെ. അപ്പോൾ അത് നമുക്ക് നമ്മുടേതായ ഒരു മെയിൻ സ്ട്രീമിലേക്ക് ഇവരുടെ വേദനകൾ കൊണ്ടുപോകുന്നൊപ്പം ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വെളിച്ചത്തിലും അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഇപ്പോൾ നമ്മൾ നിങ്ങളുടെ മുമ്പിൽ വന്ന് നിൽക്കുന്നത്. അപ്പോൾ ഇതേപോലെയുള്ള എന്താണ് വിജയൻ്റെ പോലെയുള്ള ആൾക്കാർ ഇതിനകത്ത് മുന്നോട്ട് വരുന്നു. എന്തെങ്കിലും നിങ്ങൾക്ക് ആവശ്യം വരുമ്പോൾ അതിൻ്റെ സാമ്പത്തികമായ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന കുറേ ആൾക്കാർ നമുക്കുണ്ട്. അവരുടെ സഹായം കൊണ്ടാണ് ഇതെല്ലാം ചെയ്തു വരുന്നത്. അപ്പോൾ ഏതായാലും ഇങ്ങനെ ഇതിനകത്തുള്ള ഈ കാടിനകത്തുള്ള ഒരുപാട് പ്രശ്നങ്ങളിലൊന്നാണിത്. ഈ മരം വീണ മുറിക്കാൻ സംഗതികളില്ല. അങ്ങനെ അത് മനസ്സിലാക്കിക്കൊണ്ടാണ് CLSL ഇതിന് മുന്നോട്ട് വന്നിട്ടുള്ളത്. CLSൻ്റെ മറ്റുള്ള കാര്യങ്ങൾ തന്നെ ഇത് മാത്രമല്ല. ഇപ്പോൾ നമ്മൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇവിടെ നമ്മൾ വരാൻ കാരണം ഇവിടെ ഈ അക്ഷയ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അത് നിങ്ങൾക്കില്ലല്ലോ. ഇവിടെ ഒന്നും അങ്ങനെ പറ്റില്ല. അപ്പോൾ നിങ്ങൾക്ക് അക്ഷയയിൽ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ നേടാനുണ്ടെങ്കിൽ, എന്തെങ്കിലും ആപ്ലിക്കേഷൻ ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് 10-50 കിലോമീറ്ററുകൾ സഞ്ചരിച്ചിട്ട് വേണം അല്ലേ? അതെയല്ലേ? അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു സൊല്യൂഷനുമായിട്ടാണ് ഇപ്പോൾ CLSL വന്നിട്ടുള്ളത്. ഇപ്പം അങ്ങനെ 3 സ്ഥലങ്ങളിൽ ഈ അക്ഷയ കേന്ദ്രങ്ങൾ പോലെയുള്ള അക്ഷയ കേന്ദ്രങ്ങൾ സ്ഥാപിക്കാനുള്ള ഒരു പ്രോജക്റ്റ് ഇപ്പോൾ അതിൻ്റെ എല്ലാം ശരിയായി. അതിപ്പോൾ ഉടനെ അത് സ്ഥാപിക്കപ്പെടും. അതുപോലെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പോൾ അതിന് ഒരുപാട് ആശംസകളും നന്മകളും ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അതിനുള്ള പിന്നിൽ ഞാൻ ഉണ്ടാവും, എപ്പോഴും ഉണ്ടാവും. നമുക്ക് വീണ്ടും കാണാം. നമസ്കാരം. ഇങ്ങനെ ഒരു അവസരം നിങ്ങളുടെ വേദനയോടൊപ്പം നിൽക്കാൻ ഇപ്പോൾ ദേവൻ സാറ് പറഞ്ഞ പോലെ നമ്മുടെ ഒരു പ്രതിബദ്ധതയാണ്, നിങ്ങളോടുള്ള പ്രതിബദ്ധതയാണ്. അപ്പോൾ നിങ്ങളൊക്കെയാണ് നമ്മുടെ സമൂഹത്തിൻ്റെ ഏറ്റവും വലിയ സമ്പത്ത്. അതുപോലെ തന്നെ നിലനിൽക്കണം. ഇനിയും ഡെവലപ്മെൻറ്റ് ഉണ്ടാകണം. വരും കാലങ്ങളിൽ ഇനി നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നതൊക്കെ നമുക്ക് ചെയ്യാം. അനുസരിച്ച് നമ്മൾ തുടർന്നുകൊണ്ടിരിക്കും. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. അല്ല അതിരുന്നോട്ടെ, ദേവൻ സാറിന് ഇരുന്നോട്ടെ. ആ ഓക്കെ. ഓക്കെ ആണ്.
അത് ഓപ്പൺ ചെയ്ത് കൊടുക്കുന്നു. അതെന്താണെന്ന് അറിയണ്ട അത്. അത് എന്താണെന്നൊന്നും പറയും. എന്താ സാധനത്തിന്റെ ഉപയോഗം എന്താണെന്നുള്ളതും കൂടി പറഞ്ഞാലാണ്. ഇതിനകത്ത് ക്യാമറയിൽ ഇതെന്താണ് മനസ്സിലാവില്ല. വല്ല തിരികെ വെച്ചുകൊണ്ട് ഇത് കട്ടറല്ലേ? ഇത് പുല്ല് കട്ട് പുല്ല് ചെടികൾ അങ്ങനെയുള്ള സാധനങ്ങൾ. പുല്ല് കട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന യന്ത്രമാണ്. നമ്മുടെ കാടിൻ്റെ മക്കൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള പ്രാണിശല്യങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും പാമ്പ് ശല്യമൊക്കെ ഉണ്ടെങ്കിൽ ആ പരിസരങ്ങൾ ക്ലീൻ ചെയ്യാനുള്ള ചെറിയൊരു ഉപകരണമാണ്. ഗ്രാസ് കട്ടറാണ്. ഇവിടെ എല്ലാവരും കൂടി ഒന്നിച്ച് വന്നാലും വന്നു. ഫോറസ്റ്റ് എല്ലാവരും കിട്ടണേ. എല്ലാവരും നിന്നാ ലഡു ബാക്കിയുണ്ടല്ലേ? അല്ല ഇതെന്ത് സാധനം കഴിഞ്ഞിട്ടില്ല. അത് അവിടെ വെച്ചോളൂ. അവിടെ വെച്ചോളൂ. അല്ല അതിനെ കുറിച്ചിട്ടൊന്നൊരു ഒന്ന് പറഞ്ഞേക്കുന്നതാണല്ലോ. വാങ്ങിച്ചോളൂ. നമ്മൾ ഇവിടെ വന്നത് നമ്മുടെ CLCൻ്റെ കുറേ ഡ്രസ്സുകൾ ഒരു വർഷം ആകാൻ പോകുന്നു. അവർ കുറേ ഡ്രസ്സ് ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട സാധനങ്ങളൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളൊരു മരങ്ങളൊക്കെ വീഴും ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മുടെ ആദിവാസി ഉറമ്പാടി കോളനി പോകുമ്പോൾ അതിന് അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു മിഷൻ ബൾ കിട്ടിയാൽ കൊള്ളാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു വർഷം പോണു. സാറിൻ്റെ പേര് സാറേ? അശോക് സാർ ഉണ്ടായിരുന്നു. അപ്പോൾ അവരോട് ഞങ്ങൾ പറഞ്ഞപ്പോൾ അവർ അതിന് മുന്നേ നമ്മുടെ സാറിൻ്റെ പേരെന്താണ്? നമ്മുടെ ഡെപ്യൂട്ടി സാറ് അല്ല മണിയണ്ട സാറും എന്നോട് കുറേ ഇടയ്ക്ക് 2 മാസം മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതുപോലെ സാധനമുണ്ട് നമ്മൾ കൊണ്ടുവന്ന് തരാനുള്ള ഒരു ഏർപ്പാടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനിപ്പോൾ നമ്മുടെ ദേവൻ സാറ് ഈ സാധനങ്ങൾ കൊണ്ടുവന്ന് തന്നതിന് വളരെ നന്ദിയുണ്ട്. ഈ സാധനം നിങ്ങൾക്ക് എങ്ങനെ ഉപകാരപ്പെടുമെന്ന് കൂടി ഒന്ന് പറയാം. ഈ സാധനം എന്ന് പറയുമ്പോൾ നമുക്ക് തോട്ടത്തിൽ കവുങ്ങ് തോട്ടമുണ്ട്, കുരുമുളകൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് നമ്മൾ സാറ് പറഞ്ഞ പോലെ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ കാടൊക്കെ വീശുമ്പോൾ പാമ്പ് ഉണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകും. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് കട്ടർ നമുക്ക് കാട് വീശാൻ അറിയാം. ഈ മെഷീൻ ഉപയോഗിച്ചിട്ടുണ്ട് ഞങ്ങൾ. അതുപോലെ തന്നെ ഈ വീശുമ്പോൾ നമ്മൾ കാലൊരു ഷൂ ഒക്കെ ഇട്ടിട്ട് വെട്ടി കഴിഞ്ഞാൽ നമുക്ക് ഒരു ബാധകം വരില്ല. അതുപോലെ ഇത് ഉപയോഗിക്കുമ്പോൾ എന്നറിയാം കണ്ണിൽ കണ്ണാടി ഇടണം. ഇല്ലെങ്കിൽ ഈ മെഷീൻ അടിക്കുമ്പോൾ ഭയങ്കര സ്പീഡിലാണ് കണ്ണിലേക്ക് വരും. ഉണ്ടാവും ഒരു കണ്ണാടി അതിന് തനിയെ ഉണ്ട്. ഇതുപോലെ ഇല്ലെങ്കിൽ ഉപയോഗിക്കാൻ പാടില്ല. ഇല്ലെങ്കിലല്ലോ ബ്ലേഡൊക്കെ ഇട്ട് വെട്ടാണെങ്കിൽ കാല് കണ്ടിച്ചു പോകും. അത് മറ്റേ വയറിട്ട് തന്നെ വെട്ടണം. അതിന് തനിയെ വയറുണ്ട്. അത് അറിഞ്ഞിട്ട് വേണം ഇത് ഉപയോഗിക്കാൻ. ഈ സാധനം തന്നതിൽ വളരെ നന്ദിയുണ്ട് സാറേ. ഇതുണ്ടോ മൈക്ക് കൊടുക്കും. ഉപയോഗിക്കാൻ വേണ്ടി ഇടിക്കുന്നതിനാ ദേഷ്യം അത് ഞാനിവിടെ പറയാൻ ഉദ്ദേശിച്ചത് വളരെ സാന്ദർഭികമായിട്ട് എനിക്ക് പെട്ടെന്ന് തോന്നിയത് ഒരു സംഗതിയാണത്. അത് കാരണം എന്ന് വെച്ചാൽ അത് ഞാൻ പല വന പ്രദേശങ്ങളിൽ ഞാൻ പോയിട്ടുള്ള ഒരാളാണ്. ഒരുപാട് ഇന്ത്യൻ സ്ഥലത്തൊക്കെ പോയിട്ട് പല സ്ഥലങ്ങളിൽ പോയപ്പോൾ അവിടെയൊക്കെ ഇപ്പോൾ ഈയിടെ കഴിഞ്ഞ ഒരു 10-12 വർഷങ്ങൾക്കുള്ളിൽ ചില കാര്യങ്ങൾ നടക്കുന്നത് അത്ര സുഖമുള്ള കാര്യങ്ങളല്ല. അത് എന്താണെന്ന് വെച്ചാൽ ലഹരി എന്ന് പറയുന്ന സാധനം ഒരു വിപത്ത് നമ്മുടെ വനമേഖലയിലുള്ള ഇതിലേക്ക് കടന്നുകൂടിയിട്ടുണ്ട്. അതിൻ്റെ ശരിക്കും പറഞ്ഞാൽ ഒരു 10-12 വർഷമായിട്ടുള്ള ഒരു പ്രശ്നമാണത്. അത് കാരണം നിങ്ങളൊക്കെ ആക്ച്വലി ഇവരെ പറ്റി പറയുകയാണെങ്കിൽ ഈ കാടിൻ്റെ സംരക്ഷകരാണ്. അപ്പോൾ പണ്ടൊക്കെ ഇവരുടെ ആ ഒരു അറിവും
പണ്ടത്തെ ആൾക്കാരുടെ അറിവ് വെച്ചിട്ടാണ് ഈവൻ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് വരെ പല കാര്യങ്ങളും ചെയ്യുന്നത്. ഇവരുടെ ഉള്ളിലുള്ള ഇവർക്ക് കിട്ടിയിട്ടുള്ള ഇവരുടെ പാരമ്പര്യത്തിൻ്റെയും പൈതൃകത്തിൻ്റെയും ഫലമായിട്ട് ഇവർ ആർജിച്ചിട്ടുള്ള ഒരു അറിവുകളുണ്ട്. അത് നമുക്കൊന്നും അറിയാത്തവരാണ്. ആ അറിവുകൾ പണ്ടൊക്കെ ഉണ്ടായിരുന്നു. അത് നിങ്ങൾ ഇപ്പോൾ ഉപയോഗിക്കുന്നില്ല എന്നൊരു ഒരു ബോധം എനിക്ക് ഒരു സാധനം എനിക്ക് കിട്ടിയിട്ടുണ്ട്. കാരണം നിങ്ങളത് ഉപയോഗിക്കുന്നില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ പറയല്ല, നിങ്ങളുടെ സമൂഹത്തിലുള്ള ചിലർ ഈ ലഹരി സാധനങ്ങൾ ഉപയോഗിച്ച് തുടങ്ങിയിരിക്കുന്നു. അത് വളരെ മാരകമായ രീതിയിൽ കാടിനെയും നിങ്ങളുടെ സമൂഹത്തെയും ഒരുപാട് കാര്യമായിട്ട് ബാധിക്കുകയും ചെയ്യും. പക്ഷെ അതിനെ നിങ്ങൾ ശക്തമായി എതിർക്കേണ്ടിയിരിക്കുന്നു. നിങ്ങളുടെ സമൂഹത്തിലുള്ള ഈ ഒരു ദുരവസ്ഥയെ നിങ്ങൾ നേരിടേണ്ടിയിരിക്കുന്നു. അത് നിങ്ങളുടെ അങ്ങനെ ചെയ്യുന്നവരുമായിട്ട് ആലോചിച്ച്, കാരണം അതങ്ങനെ ലഹരി സാധനത്തിന് ഉപയോഗിച്ച് ഇപ്പം തന്നെ ഇവിടെ ഒരു വലിയൊരു അപകടം ഉണ്ടായല്ലോ, ഇപ്പം തന്നെ ഉണ്ടായല്ലോ. അപ്പോൾ അതേപോലത്തുള്ള സംഭവങ്ങൾ ഇനിയും ആവർത്തിക്കപ്പെടാതിരിക്കാതിരിക്കാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. നിങ്ങളെ തന്നെ നിങ്ങളുടെ സമൂഹത്തിനോട് പറഞ്ഞുകൊണ്ട് അതിനെ നിങ്ങൾ എതിർക്കണം. അങ്ങനെ ഈ ലഹരി സാധനങ്ങൾ ഉള്ളിലേക്ക് വരുന്ന കാര്യങ്ങളിൽ നിങ്ങൾ ശക്തമായി എതിർക്കണം. നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ ഓഫീസേഴ്സ് ഉണ്ട്, അവരടുത്ത് പറഞ്ഞാൽ അവർ തന്നെ നിങ്ങളുടെ കൂടെ വന്നിട്ട് മാറ്റിയെടുക്കാൻ പറ്റും. അത് വലിയൊരു ഭയങ്കരമായ മോശമായ രീതിയിൽ നമ്മുടെ സമൂഹത്തിലുണ്ട്. അതിപ്പോൾ വനത്തിനകത്തേക്കും വന്നിരിക്കുന്നു. മനസ്സിലായി? ലഹരി സാധനങ്ങൾ ഈ മദ്യം മാത്രമല്ല, മറ്റു പല കാര്യങ്ങളും ഇതിനകത്തേക്ക് വരുന്നുണ്ടെന്നുള്ളത് എല്ലാം നമുക്കറിയാം. ഈ മാധ്യമങ്ങളിലൂടെയൊക്കെ നമ്മൾ അറിയുന്നുണ്ട്. അപ്പോൾ അത് ഇനിയും മുന്നോട്ട് പോകാതിരിക്കാൻ നിങ്ങൾ ശക്തമായ രീതിയിൽ അതിനെ എതിർക്കുകയും പിന്നെ നിങ്ങളുടെ ഈ ആൾക്കാരെടുത്ത് പോയി സംസാരിച്ചിട്ട് അവരുടെ മനസ്സിലുള്ള ആ ആഗ്രഹം മാറ്റി നിങ്ങളുടെ പഴയ അറിവുകൾ പുറത്തേക്ക് കൊണ്ടുവന്ന് നിങ്ങളുടെ അറിവുകൾ വെച്ചിട്ടാണ് ഇവരുടെ അത് സർക്കാരിൻ്റെ എല്ലാ പദ്ധതികളും ഉണ്ടാകുന്നത് എങ്ങനെ നിങ്ങളുടെ അറിവ് വെച്ചിട്ട് ആ പ്രോബ്ലം മനസ്സിലാക്കിയിട്ട് അതിനൊരു പരിഹാരമായിട്ടാണ് ഇവർ വരുള്ളൂ. മനസ്സിലായില്ലേ? അതിന് ഇവരെ കൂടെ നിൽക്കണം. നിങ്ങളുടെ ആ അറിവ് വെച്ചിട്ടാണ് നമുക്ക് എല്ലാ കാര്യവും. ഇപ്പോൾ ഒരു സർക്കാരിന് എന്തെങ്കിലും ഒരു പ്രോഗ്രാം ചെയ്യണമെങ്കിൽ അങ്ങനെ ഇതേപോലത്തെ പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കണം. അപ്പോൾ അത് നിങ്ങളുടെ പഴയ അറിവുകളുണ്ടല്ലോ. ഞാനിപ്പോൾ തന്നെ ഒരു കാര്യം പറയാം. ഈ പണ്ടൊക്കെ നിങ്ങൾക്ക് ഈ ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ നിങ്ങൾ ഇപ്പോൾ വന്യജീവികളും നിങ്ങൾ തമ്മിലുള്ള യുദ്ധം ഇപ്പോൾ ഉണ്ടല്ലോ, വലിയൊരു പ്രശ്നമാണത്. അതിനൊക്കെ പണ്ടും ഉണ്ടായിരുന്നു വന്യജീവികൾ, ഇപ്പോഴും ഉണ്ട് വന്യജീവികൾ, ഇപ്പോഴും നിങ്ങളുണ്ട്. പക്ഷെ പണ്ടത്തെ കൂടുതൽ ഇപ്പോഴത് ആ ഒരു പ്രോബ്ലം ഭയങ്കരമായിട്ടുള്ള വലിയൊരു പ്രശ്നമായിട്ടുണ്ട്. അതിനുള്ളൊരു കാരണം ഞാൻ പല ഈ ആദിവാസി കേന്ദ്രങ്ങളിൽ പോയപ്പോൾ അവിടെ നിന്ന് കിട്ടിയ ഒരു ഇൻഫർമേഷൻ, ഒരു അറിവ്, ഒരു വിവരം എന്ന് പറയുന്നത്, പണ്ടൊക്കെ ഞങ്ങളുടെ കുടുംബങ്ങളിൽ ഓരോ വീടുകളിലും നായക്കളെ വളർത്തുക. ഒരു കുടുംബത്തിൽ 2 നായക്കളെങ്കിലും ഉണ്ടാവാറുണ്ട്. അത് കുറേ കാലങ്ങളായിട്ട് സർക്കാർ എൻ്റെ ഒരു പദ്ധതി പ്രകാരം നായക്കളെ നിങ്ങൾ വളർത്തരുത് എന്ന് പറയുന്നതൊരു നിയമം കൊണ്ടുവന്നു. അത് കാരണം പറയുന്നത് വെച്ചാൽ നായക്കൾ കൊണ്ടുവന്നാൽ അവരുടെ രോഗം നമ്മുടെ വന്യജീവികൾക്ക് പകരും, അതിനുള്ള ഒരു പ്രതിവിധിയായിട്ടാണ്. പക്ഷേ അതിന് നിങ്ങൾ അതിന് സർക്കാരിന് വേറെ എന്തെങ്കിലും പദ്ധതികളോ വേറെ എന്തെങ്കിലും ഉപാധികളോ കണ്ടെത്തണം. അതായത് ഈ എലിയെ പേടിച്ചിട്ട് എല്ലാം ചുടുന്ന ഒരു ആക്ടിവിറ്റീസ് ആവരുത്. കാരണം നായ്ക്കളുണ്ടായി ഇങ്ങനെ പ്രശ്നമുണ്ട്. അപ്പോൾ നായ്ക്കൾ അവിടെ നിങ്ങൾക്ക് വളർത്താനുള്ള ഒരു ലൈസൻസ് തരികയും അതിന് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അതിൻ്റെ കാര്യങ്ങൾ കൂടി കൈകാര്യം ചെയ്യാനായിട്ടുള്ള ഒരു സംവിധാനം സർക്കാരിൻ്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാവുകയും ചെയ്യണം. മനസ്സിലായില്ലേ? അതിനുള്ളൊരു പ്രതിവിധി നിങ്ങൾ കണ്ടെത്തണം. അപ്പോൾ ഇതൊക്കെ തന്നെ എനിക്ക് പറയാനുള്ളൂ. എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നപ്പോൾ പറഞ്ഞു മാത്രമേ ഉള്ളൂ. നല്ല കാര്യമാണ്. അപ്പോൾ എല്ലാവർക്കും സന്തോഷം. കാട് ജയിക്കട്ടെ, ആദിവാസികൾ സിന്ദാബാദ്. അതാണ് അതിന്റെ കാര്യം. ഭയങ്കര വീട്ടിലുള്ള ആൾക്കാരാണ്. ഒരുപാട് ഒരു ചോദ്യം ചോദിച്ചാൽ ഉണ്ടല്ലോ. നമ്മളൊരു ചോദ്യം ചോദിച്ചാൽ, നമ്മൾക്ക് ഇതിന് സംശയം ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ അടിവേര് വരെ പോകും. ആ പ്രോബ്ലത്തിൽ ആ ഇഷ്യൂ പോയിട്ട് എന്താണ് പ്രശ്നം, എന്താണ് നമ്മുടെ സൊല്യൂഷൻ ഒക്കെ പറയുന്നുണ്ട്.
അത് വലിയൊരു അസറ്റാണ്. ഇന്ദ്രൻസേട്ടന് ഇദ്ദേഹത്തിന്റെ ഫോട്ടോ ഒന്ന് അയച്ചു കൊടുക്കും. പ്രിയപ്പെട്ട നമ്മുടെ സാറ്, അതുപോലെ നമ്മുടെ വനവകുപ്പിലെ ഉദ്യോഗസ്ഥരെ, നമ്മുടെ മൂപ്പൻ, നമ്മുടെ നിധിയിലെ മറ്റ് സുഹൃത്തുക്കളെ, വളരെ സന്തോഷവും അഭിമാനമുള്ളൊരു ദിവസമാണെന്ന് നമുക്കിങ്ങനെ ഞാനും ഒരുപാട് തവണ തേക്കടി മേഖലയിൽ സഞ്ചരിക്കുമ്പോഴും റോഡ് പിന്നെ ബ്ലോക്കായിട്ടും അങ്ങനെയൊക്കെ ഉണ്ടായിട്ട്, പക്ഷേ ഇങ്ങനൊരു സാധനം നമുക്ക് നമ്മുടെ ഭാഗത്ത് ഇല്ല, കോളനി ഭാഗത്ത് ഇല്ല എന്നുള്ളത് പിന്നെ വളരെ സങ്കടകരമായിട്ടൊരു ഇതായിരുന്നു. അത് എത്തിച്ചു തന്നതിൽ CLS മറ്റുള്ള നമ്മുടെ വിജയേട്ടനും വളരെ നന്ദി രേഖപ്പെടുത്തുന്നു. അതിനേക്കാൾ ഉപരി എന്നെ ഏറ്റവും സന്തോഷപ്പെടുത്തുന്നതും നമുക്ക് അഭിമാനവും സാർ തന്നൊരു മെസ്സേജാണ്. കാരണം ആരും തരാത്തൊരു മെസ്സേജാണ് നിങ്ങൾക്കും നമുക്കെല്ലാവർക്കും തന്നത്. അതിന് സൊല്യൂഷൻസ് കണ്ടെത്താനും അതിൻ്റെ കാരണത്തിലേക്കും അതിൻ്റെ റൂട്ടിലേക്കും ഒക്കെ നമ്മൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്നതും സാറിൻ്റെ അനുഭവങ്ങളും ഒക്കെ നമ്മളോട് പങ്കുവെച്ചതിന് സാറിനോട് ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം തന്നെ ഈ ഒരു ചടങ്ങ് അങ്ങനെ ഒരു സാറിനോട് യാത്ര ചെയ്യാൻ ഒരു പ്രയാസമുള്ളതുകൊണ്ടാണ് നമ്മൾ ഇവിടെ വെച്ചാക്കിയത്. എങ്കിലും ഇവിടെ എത്തിച്ചേർന്ന നമ്മുടെ മാധ്യമ പ്രവർത്തകർ, മറ്റ് സുഹൃത്തുക്കളെ എല്ലാവർക്കും, ഡിപ്പാർട്ട്മെൻറ്റിലെ സുഹൃത്തുക്കളെ എല്ലാവർക്കും എൻ്റെ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. 7 കിലോമീറ്റർ നടന്നാ വന്നത്, അതാണ് സമയം വയ്ക്കും. 7 കിലോമീറ്റർ തേക്കടിന്ന് ഒരു 7 കിലോമീറ്റർ നമ്മുടെ കോളനിക്ക് പോകണം. നമ്മുടെ വണ്ടിയിലും ഉണ്ടല്ലോ, വണ്ടി അല്ല ഇത് പോകും. അല്ല അവനും ആക്സിഡൻ്റായി കാലൊക്കെ ഒടിഞ്ഞു, ആക്സിഡൻ്റായിട്ട് ഇതും ഒടിഞ്ഞ് ഇതൊക്കെ തൃശ്ശൂർ കൊണ്ടുപോയി ഇത് കട്ടായതാണ് ഇങ്ങനെ. പ്രൊമോട്ടർ ട്രൈബൽ കോളനിയിൽ ഒരു പ്രൊമോട്ടർമാരുണ്ട്. മൂപ്പൻ്റെ മകനാണ് വിജയ്. അടുത്ത മൂപ്പൻ 2 പേര്, ഒരാൾ മരിച്ചു മറ്റേ ഇവിടെ വെച്ച് വയനാട് വെച്ച് ഒരു വർഷം കഴിഞ്ഞു. ഇവിടെ ഒരു അക്ഷയ കേന്ദ്രം ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾ അനുഭവിക്കുന്ന വിഷയങ്ങളൊക്കെ എന്താണ്? വിഷയം ഓവർ വിഷയമാണ്. ഇത് ഇടയ്ക്ക് ഇവിടെ എന്ത് നമ്മുടെ ആൺമരം പെൺമരം എന്ന് പറയും, ഇവിടുന്ന് ഒരു 5-6 കിലോമീറ്റർ വരും. നമ്മുടെ ഈ ആധാർ കാർഡോ റേഷൻ കാർഡോ ഇതൊക്കെ ഉണ്ട്, മറ്റേ ഇത് കൈരേഖ വെച്ചാലേ വരുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞങ്ങൾക്ക്. ഇപ്പോൾ ഇവിടുന്ന് പോവുകയാണെങ്കിൽ നമ്മളൊരു വണ്ടി കൊല്ലംകോട് പോകണമെങ്കിൽ 5000 രൂപ കൊടുക്കണം. 5000 രൂപ നമുക്കൊരു കുടുംബം പോയി ജീപ്പ് വിളിച്ച് പോയിട്ട് വേണമെങ്കിൽ 5000 രൂപ വേണം. അത് അന്ന് തിരിച്ച് വരാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ ഷെപ്പിൽ വന്നാൽ തടയാൻ വരും. 5 മണിക്ക് ശേഷം ഞങ്ങൾക്ക് മുകളിൽ പോകാൻ പറ്റില്ല. അങ്ങനത്തെ സ്ഥിതിയാണ് ഞങ്ങൾക്ക്. പഞ്ചായത്തിൽ പറഞ്ഞതിൽ അനുവദിച്ചിരുന്ന കാര്യം പഞ്ചായത്തിൽ എത്ര പറയുന്നത് നമ്മൾ ഒരു കാര്യം അനുവദിച്ച് തരുന്നില്ല. ബ്ലോക്കിലോ? ഏത് ബ്ലോക്ക് പഞ്ചായത്തിലും അത് ഇവിടെ ഉണ്ടായിരുന്നു. മറ്റേ മുതലം മട ഉണ്ടായതാണ്. ഇപ്പം അവിടെ കൊല്ലംകോട് മാറ്റി. അതുകൊണ്ട് ഭയങ്കര ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ സൊല്യൂഷൻ എന്താ നിങ്ങൾക്ക്? ഞങ്ങൾക്കൊന്നും പറ്റില്ല. ഇപ്പോൾ പിള്ളേർക്ക് ഇപ്പോൾ ആധാർ കാർഡ് ഇപ്പോൾ സ്കൂൾ തുറക്കാൻ പോകുന്നു. ചിലവർക്ക് ബുദ്ധിമുട്ടുള്ള ആൾക്കാരുണ്ട്. എന്നറിയോ, എല്ലാവരും ഒരേപോലെ ഉണ്ടാവില്ലല്ലോ. ചിലവർക്ക് പൈസയുടെ ബുദ്ധിമുട്ടുണ്ടാകും. ചിലർ പണിക്ക് പോകുന്നവരാണ്. ചിലവർക്ക് പണിക്ക് പോകാതെ ഉള്ളവരുണ്ട്. തേനിനും തെള്ളിക്കൊക്കെ പോകുന്നവരുണ്ട്. ഇത് വിറ്റാൽ അവർക്ക് ഇങ്ങനത്തെ ഒരു പിള്ളേർ ലീവിൽ പോയിട്ട് ആധാർ കാർഡോ റേഷൻ കാർഡിൻ്റെ അതിന് കോപ്പി ഇപ്പോൾ എല്ലാ സർട്ടിഫിക്കറ്റും വേണം. നേരത്തെ പോലെ ഒന്നല്ല. ഇപ്പോൾ ചുങ്ക ഹോസ്റ്റലാണ് നമ്മുടെ ഉറമ്പാടി കോളനി അവിടെ നിന്നൊക്കെ വരുന്നത്. ചുങ്ക ഹോസ്റ്റലിൽ കൊണ്ടുവിടുന്നത്. ഇപ്പോൾ എല്ലാ രായും കൊടുത്താലേ ചേർക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഇന്നലെ ചിലവർക്ക് പോയിട്ടുണ്ട്. 1ാം ക്ലാസ് ചേർത്തുകയാണെങ്കിൽ ചുങ്കം പോയി ആദ്യം അഡ്മിഷൻ ചെയ്യണം. എന്നാലേ പിന്നെ സ്കൂൾ തുറക്കുമ്പോൾ വിടാൻ പറ്റുള്ളൂ. ഇങ്ങനെ ഒരു അക്ഷയ കേന്ദ്രം ഇല്ലാതെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇടയ്ക്ക് ഈ കോളനിക്കാരൊക്കെ വന്നിട്ട് ഒരു ആൺമരം വേണ്ടെന്ന് പറയുമ്പോൾ അവിടുന്ന് ഞങ്ങൾ എല്ലാ കോളനിക്കാരും വന്നിരുന്നു ഭയങ്കര ബുദ്ധിമുട്ട്. ഒരു വെള്ളം പോലും ചായ പോലും കിട്ടാത്തൊരു സംഭവമാണ് ഇടയ്ക്ക് നടന്നത്. ഇല്ലേ സാറേ? ഉണ്ടായിരുന്നു. 3 പ്രാവശ്യം പോകണമെന്ന് വെച്ചാൽ ഏകദേശം 15,000 രൂപ ചിലവുണ്ട് നിങ്ങൾക്ക്? വരും. ഞാൻ നുണ പറയുന്നല്ല. അതേ ജീപ്പുകളുണ്ട് ഇവിടെ. ജീപ്പ് വാടക പിടിച്ച് പോകണം. 5000 രൂപ വേണം. അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട് ഞങ്ങൾക്ക്. ഇപ്പോൾ ടവറിന് കൊണ്ടുവന്ന് വച്ചു. ടവർ അത് എപ്പോഴും വർക്കാവില്ല. അതിന് മറ്റേ ഡീസലോ മണ്ണെണ്ണ ഉപയോഗിക്കണം. ടവർ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങനത്തെ ഒരു സിറ്റിപാട് ഭയങ്കര ഒരു ഇതാണ്. അപ്പോൾ ഞങ്ങൾക്കൊരു അക്ഷയ കേന്ദ്രം, മെയിൻ കറണ്ടും വേണം. ഈ അക്ഷയ കേന്ദ്രം വന്നു കഴിഞ്ഞാൽ കറണ്ട് വേണമല്ലോ. അതിനുള്ള സംവിധാനം ഞങ്ങൾക്ക് ആവശ്യമാണ്. നമ്മളത് പഞ്ചായത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അവരൊന്നും നോക്കുന്നില്ല. എന്തുകൊണ്ട്? അവർ വോട്ട് മേടിച്ച് ഒറ്റ പോക്ക് പോകും. നമ്മൾ പോകുമ്പോൾ പല രാഷ്ട്രീയക്കാരും ഇഷ്ടം പോലെ ഉണ്ട്. അവർ അവിടെ പഞ്ചായത്തിൽ പറഞ്ഞെന്നറിയോ, അവൻ കോൺഗ്രസ്സുകാരാണ്, ഇത് നമ്മുടെ ആളാണോ, ഇത് നമ്മുടെ കമ്മ്യൂണിസ്റ്റുകാരാണോ? ഇങ്ങനെ സംഭവം ഉണ്ട് സാറേ. അവർക്ക് എന്നറിയോ, വോട്ട് മേടിച്ചങ്ങനെ പോയി കഴിഞ്ഞാൽ ഭരണത്തിൽ കയറി കഴിഞ്ഞാൽ ഇങ്ങനെ മെയിനുള്ള സംഭവമാണ്. എന്താണ് ഇവിടെ വഴി കണ്ടില്ലേ, ചമണാമ്പതി വഴി ഇതാ നാളെ തുറക്കും, ഇതൊന്നും തുറക്കുന്നു. ആര് തുറക്കും? ആരും തുറക്കില്ല. കാരണം എന്താണെന്നറിയോ, അവിടെ ജനങ്ങൾക്ക് ഒരു ഒത്തൊരുമയില്ല. രാഷ്ട്രീയക്കാരും അങ്ങനെയാണ് ചെയ്യുന്നത്. അവിടെ എന്തിനു പോലും പറമ്പിക്കുളം പോകാന്നേ. പറമ്പിക്കുളം പോയിട്ട് നല്ല മീനും
നല്ല സാപ്പാട് വാർത്ത വഴി നല്ല വഴിയല്ല പറമ്പിക്കുളത്ത് പോകാൻ. അപ്പം നമ്മളോട് പറയും അയ്യോ സമയമല്ല കേട്ടോ നമുക്ക് വരാൻ, ഞങ്ങൾ ഇനി ഒരു ദിവസം വരാം എന്ന് പറയും. അക്ഷയ കേന്ദ്രമല്ലാതെ നിങ്ങൾ അനുഭവിക്കുന്ന വേറെ ബുദ്ധിമുട്ടുകൾ എന്താ? ഇത് തന്നെ ബുദ്ധിമുട്ട്, വഴി ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ഞങ്ങൾക്ക് ഉറമ്പാടി കോളനിക്ക് വഴി പാസ്സായി, ഞങ്ങൾക്ക് പിന്നെ ഇവരാരും തടുക്കില്ല. ഇപ്പോൾ ചമ്മണാമ്പതി വഴിയാണെങ്കിൽ ഇവരൊക്കെ തടുത്ത് വെച്ചിരിക്കുകയാണെന്നറിയോ. നമ്മൾ തുറന്ന വഴിനെ അവരെങ്ങനെ തുറക്കാൻ പറ്റും? അതവിടെ നിൽക്കട്ടെ, അവരെന്ത് ചെയ്യും നമുക്ക് നോക്കാം. ഭരണം മാറിയപ്പോൾ ഇങ്ങനൊക്കെ സംഭവമുണ്ട്, നമ്മൾ കുറേ അനുഭവിച്ചാണ്. ഇപ്പം നമ്മളിവിടെ ഉള്ള എല്ലാം ഒത്തുചേർന്നു, ഇതേപോലെ ആ കോളനിയിൽ എല്ലാവരും ഒത്തുചേരാൻ പറ്റുമോ? പറ്റില്ല. ഇപ്പോഴും അവിടെ നടക്കുന്ന സംഭവം അതാണ്. ഇല്ലെങ്കിൽ വഴി എപ്പോൾ വരും, എപ്പോൾ വന്നിട്ടുണ്ടാവും ഇത്? അവന്മാർ നമ്മളെ തുറന്ന് വെച്ച വഴിനെ അവരെങ്ങനെ റെഡിയാക്കണം. ഇങ്ങനൊരു സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഞാനിത് ഇന്നലെ വരെ പറഞ്ഞു, നമ്മളെല്ലാം കൂടി ഒത്തിരുന്നിട്ട് ഒരു തീരുമാനം എടുക്കാം. ഏത് പാർട്ടി ആയിക്കോട്ടെ, നമുക്ക് വഴി വേണ്ടേ? അതിന് ചിലവർ ചേരുന്നില്ല. ഇങ്ങനെയൊക്കെ നടക്കുമ്പോൾ അക്ഷയകേന്ദ്രം ഇവിടെ വരില്ല, കറണ്ടും വരില്ല, വഴിയും വരില്ല. ഞങ്ങളുടെ പിന്നെ എന്താ അറിയോ, ഞങ്ങളുടെ വഴി ഇപ്പോൾ പാസ്സായിട്ടുണ്ട്. ഇവർക്ക് ആരും തടക്കാൻ പറ്റില്ല. ഉറമ്പടി കോളനി 5 കിലോമീറ്റർ നമ്മുടെ കോളനി തേക്കടിയിൽ നിന്ന് ഇതിപ്പോൾ ഇന്ന് JCB പോയിട്ടുണ്ട്. ഫെഡറൽ ഗവൺമെൻറ് ഫണ്ടും ട്രൈബൽ ഫണ്ടും പാസ്സായി. അതിപ്പോൾ 2 കിലോമീറ്റർ മൊത്തത്തിലല്ല, 2 കിലോമീറ്റർ ST ഫണ്ട് വേറെ ഫണ്ടാണ്. ST ഫണ്ടും സെൻട്രൽ ഗവൺമെൻറ് ഫണ്ടും. അപ്പോൾ അതെന്തറിയോ, നമ്മുടെ കോളനിയിൽ 2 പിരിവായിന് പാടില്ല, 2 പിരിവായിട്ടേ പാടില്ല. ആൾക്കാരനെ എന്ത് തന്നെയായാലും നമ്മളൊരു സംഭവം നടക്കുമ്പോൾ കൂട്ടി വിളിച്ചിട്ട് നമുക്കുള്ള വഴിയാണെന്നൊക്കെ പറഞ്ഞിട്ട് അവരോട് ബോധ്യപ്പെടുത്തി അവനെ ശരിയാക്കണം. ഇതങ്ങനല്ല, നമ്മളുണ്ടായിരുന്ന സമയത്ത് തുറന്നു വെച്ചാൽ ഈ അക്ഷയ കേന്ദ്രത്തിന്റെ ഒരു പരിഹാരം ഇവർ കണ്ടെത്തിയിട്ടുണ്ട്. വന്നു കഴിഞ്ഞാൽ സാറേ ഏറ്റവും നല്ലതെന്നറിയോ, വേറെ ഒന്നുമല്ല, ഈ ചെറിയ പിള്ളേരെ പഠിത്തത്തിന് മെയിനുള്ള കാര്യമാണ്. ഇപ്പോൾ എല്ലാ സർട്ടിഫിക്കറ്റും വേണം. ഞങ്ങളൊക്കെ വീട് കിട്ടിയിട്ട് ഞങ്ങൾക്ക് 4-5 വർഷമായി. അന്ന് ഒരു സർട്ടിഫിക്കറ്റ് വേണ്ട. ഒരു അക്ഷയ കേന്ദ്രത്തിൻ്റെ കാര്യത്തിൽ തീരുമാനം ആയിട്ടുണ്ട്. DFO സാറുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നലെ പറഞ്ഞ പോലെ നമ്മുടെ ഇവിടെ മംഗൾ ഡാം ഫോറസ്റ്റ് സ്റ്റേഷൻ്റെ ആലത്തൂർ റേഞ്ചിൻ്റെ കീഴിലൊന്നും നമ്മുടെ ഡിവിഷനിലെ കാര്യമാണ്. നിങ്ങളുടെ അവിടെയും അത് ചെയ്യാനുള്ള പറമ്പിക്കുളത്തുണ്ട് സർ. അത് ഇന്നലെ പോയിട്ട് അതിന് ആയിട്ടുണ്ട്. അപ്പോൾ ഈ 3 സ്ഥലത്തും നമ്മുടെ CLSൻ്റെ സഹകരണത്തോട് കൂടിയിട്ട്, അശോകൻ്റെ സഹകരണത്തോടു കൂടി അത് ചെയ്യാനും അതിന് വേണ്ടുന്ന ബേസിക്കായിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ചെയ്യാനും തീരുമാനിച്ചിട്ടുണ്ട്. സാറിൻ്റെ ഇന്നലെ ഞാൻ സംസാരിച്ചിരുന്നു ഈ കാര്യങ്ങൾ. അത് ഗോ ഹെഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മളത് ഉടൻ തന്നെ അക്ഷയകേന്ദ്രം വരുന്നില്ലേ, ഇത് കറണ്ട് അല്ല, അതിൽ നമ്മൾ UPS-ഉം മറ്റുള്ള സംവിധാനങ്ങളോട് കൂടിയിട്ട് വയ്ക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ സോളാർ നമ്മൾ എനർജി കൊണ്ടുവന്നിട്ട് ഇപ്പോൾ കറണ്ട് ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ ഞാൻ നമ്മൾ പ്ലാൻ ചെയ്തിട്ട് സാറുമായിട്ട് ഒന്നും കൂടി ഡിസ്കസ് ചെയ്തിട്ട് ഞാൻ അതിനെക്കുറിച്ച് ഇവിടെ പ്രൊമോട്ടറെ അല്ലെങ്കിൽ നമ്മുടെ സ്റ്റേഷൻ അവർ അറിയിക്കും. അതെങ്ങനെ വെച്ചാൽ നമ്മളിപ്പോൾ സോളാറിന് എനർജി കൊണ്ടുവന്ന് നമ്മൾ വേണമെങ്കിൽ ബാറ്ററിയിലേക്ക് ചാർജ് ചെയ്തിട്ട് ഇത് ചെയ്യാം. അത് ചെയ്യാനുള്ള ഒരു നല്ല ബാക്കപ്പോട് കൂടി ചെയ്യാനുള്ള സംവിധാനം ചെയ്തിട്ടുണ്ട്. അതേപോലെ മംഗൾ ഡാം ഫോറസ്റ്റ് സ്റ്റേഷൻ്റെ കീഴിൽ അവിടെ പിന്നെ ടവർ വരുന്നുണ്ട്. അവിടെയും നമ്മുടെ ബിൽഡിങ്ങിനോട് ചേർന്നിട്ട് ഒരു അനക്സ് കെട്ടാനും അത് RO സാർ റേഞ്ച് ഓഫീസർ സംസാരിച്ചിട്ടുണ്ട്. ഇത് 3ഉം ഉടനെ ഉണ്ടാവും. എന്തെങ്കിലും ഒരു വീഴ്ച ഉണ്ടാവില്ല. അത് അതിൻ്റെ സ്റ്റാർട്ട് ചെയ്യും. അതിൻ്റെ വർക്കും മറ്റുള്ള കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ പറയാം. ഡിസ്കഷനെല്ലാം കഴിഞ്ഞ് ഇന്നലെ തീരുമാനത്തിലൊക്കെ എത്തിയിട്ടുണ്ട്. ഉടനെ ഉണ്ടാവും. അത് അതിനെക്കുറിച്ച് നിങ്ങൾ പിന്നെ ആശങ്കപ്പെടേണ്ടതില്ല. ഈ ചമ്മണാമ്പതി വഴിക്കും കൂടി ഒന്ന് സാറേ അല്ല നിങ്ങൾക്ക് തുടങ്ങാനല്ല പറയുന്നത്, ഒന്ന് സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവരെ ഭാവമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സാറേ, അതിനേക്കാളും ഒരു സബ് സെന്റർ, ഒരു ചെറിയ ആശുപത്രി, ഹോസ്പിറ്റലൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്. നമ്മൾ ഒരു ഫസ്റ്റ് എയ്ഡ് ചെയ്യാൻ പോലും ഒരു സംവിധാനമില്ല. ഒരു അറ്റാക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും വിഷപ്പാമ്പ് കടിച്ചാലോ ഫസ്റ്റ് എയ്ഡ് ചെയ്യാൻ ഒരു മാർഗ്ഗവുമില്ല. തമിഴ്നാട് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നിട്ട് ഇവർ വലിയ പൈസ ഈടാക്കണം. പിന്നെ നമ്മൾ പാലക്കാടോ അല്ലെങ്കിൽ തൃശ്ശൂരോ കൊണ്ടുപോകണം. പക്ഷെ അത് ഒരുപാട് ബുദ്ധിമുട്ടാണ്. ഒരു ഫസ്റ്റ് എയ്ഡ് ചെയ്യാൻ പോലും ഒരു സംവിധാനമില്ല നമ്മളവിടെ. എന്തായാലും ചർച്ച ചെയ്യാം ഈ വിഷയം. നമ്മൾ തീർച്ചയായിട്ടും ഇതും കൂടെ നമ്മൾ ഒരു ഹെൽത്ത് സെന്റർ, ഒരു പ്രൈമറി ഹെൽത്ത് സെന്റർ എന്നറിയാം. ഇത് പറമ്പിക്കുളത്തിന് അവർ വരണം. പറമ്പിക്കുളത്ത് നിന്ന് ഡോക്ടർമാർ നമുക്ക് എന്തെങ്കിലും പനിയോ എന്തെങ്കിലും വന്നാൽ ഒരു മാസത്തിലൊരിക്കൽ വരുള്ളൂ. വന്നിട്ട് നമുക്ക് ചികിത്സയ്ക്ക് തന്നെ മരുന്ന് തരുള്ളൂ. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ പിറ്റത്തെ മാസത്തിലേ വരുള്ളൂ. ഇനി പെട്ടെന്ന് ഒരാൾക്ക് വയ്യ എങ്കിൽ ജീപ്പിലൊക്കെ നമ്മൾ കൊണ്ടുവരണം. എന്താ പറയുക, മുതലമട പഞ്ചായത്തിൽ എന്നറിയോ, ഒരു ആംബുലൻസ് തന്നാണ്.
അത് അവിടെ തന്നെ പിടിച്ചു നിർത്തി. ഇങ്ങോട്ട് തന്നില്ല അവർ. എന്തുകൊണ്ട്? ഞങ്ങളുടെ മരത്തിലുള്ള കൊടുത്ത ആംബുലൻസ് അല്ലേ അവർ അവിടെ പിടിച്ചു നിർത്തി. അത് അങ്ങനെ നശിച്ചുപോയി. ഡ്രൈവർ ഇവിടെ ഇല്ലാന്ന് പറഞ്ഞിട്ട് നശിച്ചു പോയ ആംബുലൻസ്. ഇപ്പോൾ കണ്ടില്ല, കാറ് വന്നിട്ടുണ്ട്, നമ്മുടെ റോമ്പാടി കോളേജിൽ വന്നിട്ട് ആ ആംബുലൻസ് വരാൻ ഞങ്ങൾക്ക് തന്നിട്ടില്ല. എന്താണിത്? അത്രയും ഫോറസ്റ്റുകാരുണ്ട്, അത്രയും പഠിച്ച പിള്ളേരുണ്ട്. ഒരു ഡ്രൈവർ ഇട്ട് എന്താണ് വെറുതെ ഓടാനല്ല, ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ ഓടിക്കാനുള്ള ഒരു ആംബുലൻസ് പോലും അവർ വിട്ടു തന്നില്ല. തന്നതാണ് ഞങ്ങൾക്ക്, ഈ മൂലപ്പെട്ട പഞ്ചായത്ത് തന്നതാണ്. പക്ഷെ ആംബുലൻസിന് ഇങ്ങോട്ട് വിട്ടില്ല. ഇതാ നിങ്ങളുടെ വണ്ടിയാണെന്ന് പറഞ്ഞ് കാണിച്ചു തന്നു. താക്കോൽ അവർ ഓടിച്ചു വെച്ചു. നടന്ന സംഭവം ഇല്ല മണി. അതായത് നമുക്ക് ഈ ഒരു 10-70 വർഷം മുമ്പ് ഇവരുടെ കാരണവന്മാർ പറഞ്ഞ ആ വാക്കുകളാണ് ഇന്നും ഇവർ റിപ്പീറ്റ് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ ഒരു സ്ഥിതി ഒന്ന് ആലോചിച്ചു നോക്കാം. 70 വർഷങ്ങൾക്ക് ശേഷം ആ സ്ഥിതികൾ അന്നത്തെ സ്ഥിതി ഒരു മാറ്റമില്ലാതെ ഇവിടെ തുടരുകയാണ്. സക്സസ് ആയിട്ട് വളരെ വളരെ വിജയത്തോടു കൂടി തുടരുകയാണ്. കാരണം അന്ന് ഈ ആദിവാസി മുപ്പന്മാർ പറഞ്ഞിട്ടുണ്ട് ഇതേ വാക്കുകൾ അന്ന് പണ്ട് പറഞ്ഞിട്ട് ഞങ്ങൾക്കൊന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്നും ഈ മൂപ്പിനും അതേ പാലം പറയുന്നു. അപ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ ഒക്കെ ഒരു യാത്ര ഒന്ന് ആലോചിച്ച് നോക്കും. സാമൂഹിക ചൂഷണമാണത്, വല്ലാത്തൊരു ചൂഷണം. അല്ല സാറ് വന്ന് ഉറാമ്പാടി കോളില്ല ഡ്രസ്സുകളും തലകണ പെണ്ണുങ്ങൾക്കുള്ള നൈറ്റ് ഇതൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. അവർ വന്ന് കണ്ട ബുദ്ധിമുട്ട് അവർ അറിഞ്ഞിട്ടുണ്ട്. അന്ന് ഞങ്ങളെന്ന് പറഞ്ഞറിയോ, ഇതുപോലെ മരം ഈ മഴക്കാലത്ത് ഭയങ്കര കാറ്റും വന്ന് നല്ല കൊമ്പുകൾ വീണു. വണ്ടി വന്നു കഴിഞ്ഞാൽ ഒറ്റയ്ക്കൊക്കെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റില്ല. പെണ്ണുങ്ങളൊക്കെ വേണ്ടി മരം മാറ്റാൻ പറ്റുമോ? ഫോറസ്റ്റ് അറിയാം, വലിയൊരു ചടച്ച് വീണിട്ട് 2 മാസം പോലും കിടന്നില്ല വഴി നമ്മുടെ പാലത്തിൻ്റെ അപ്പുറത്ത്. എന്നിട്ട് അവരതിലുള്ള വാളും എന്നിട്ട് അവർ ഉപയോഗിക്കുന്നല്ലേ നമ്മളെ പോലെ അവർ ചുറ്റി. അപ്പോൾ അതും ഞങ്ങൾ കൊണ്ടു നോക്കുമ്പോൾ മുറിക്കാൻ പറ്റുന്നില്ല. ഇത് ഓരോ സാധനം ഉണ്ടെങ്കിൽ നമ്മളൊരു ബ്ലേഡ് ഇപ്പോൾ അത് കൊണ്ട് തന്നു, ഇത് വെറുതെ വെക്കാനില്ല, ബ്ലേഡ് പോവും. ഇപ്പം നമ്മളോട് മേടിച്ച് എക്സ്ട്രാ വെച്ച് കഴിഞ്ഞാൽ മഴക്കാലത്ത് നമുക്കൊരു വളരെ ഉപകാരമാണ്. നമ്മൾ വെറുതെ ഒരു ഹോസ്പിറ്റലിൽ കഴിച്ച് വന്ന് എന്ത് പെടും? ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഇതിന്റെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലായി. ഇനി കുറച്ചുകൂടെ നല്ല അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഉപകരണങ്ങൾ അടുത്ത പ്രാവശ്യം അശോകേട്ടൻ വരുന്ന ഒരു പ്രോഗ്രാമിന് നമ്മൾ തരുന്നതാണ്. കാരണം നിങ്ങൾ ഇത്രയും നീറുന്ന ഒരു പ്രശ്നമാണെന്ന് ഞാൻ അറിഞ്ഞില്ല. അതുകൊണ്ട് കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ഉപകരണം നമ്മൾ സംഘടിപ്പിക്കുന്ന പ്രശ്നമാണ് ഇതും. ഇത് വലിയ പ്രശ്നമാണ്. ആരോഗ്യം ഈ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം ആംബുലൻസ് ഇല്ലാതെ എന്തെങ്കിലും വല്ല സിറ്റുവേഷനിൽ കൂടെ കടന്നു പോയിട്ടുണ്ടോ? സിറ്റുവേഷനിൽ ഒരാളിനെ പോർട്ടായിട്ട് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് അവിടുന്ന് ജീപ്പിൽ. ഒരു 17 മിനിറ്റ് കൊണ്ട് അവിടുന്ന് ഞാൻ സാധാരണ നമ്മൾ വരുമ്പോൾ 1 മണിക്കൂർ എടുക്കും. 17 മിനിറ്റ് കൊണ്ട് ഞാൻ ഈ ചെക്ക് പോസ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട് ജീപ്പിൽ. കാരണം അയാൾ ശ്വാസം വിടുമ്പോൾ ഇതിൽ കൂടെ ബ്ലഡ് വെളിയിലേക്ക് ഇങ്ങനെ വരികയാണ്. വെള്ളം കൊടുക്കുമ്പോൾ വെള്ളം അതിൽ കൂടെ വെളിയിൽ വരിക. കൊണ്ടുപോയിട്ട് 7 ദിവസം കൂടി ആയിട്ടില്ല. മൂപ്പര് വെന്റിലേറ്ററിലായിരുന്നു, മരിച്ചു. ഭയങ്കര ബുദ്ധിമുട്ടാണ് അതൊക്കെ. ഹോസ്പിറ്റലിൽ ഫസ്റ്റ് എയ്ഡ് ആണെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് ചെയ്യാൻ പറ്റും. ബ്ലഡ് പോയിക്കൊണ്ടേയിരിക്കും. ഈ പോത്തിൻ്റെ കൊമ്പ് കയറി പോയിട്ട് ഇതിൽ കൂടെ ബ്ലഡ് വരിക. അയാൾ ശ്വാസം വലിക്കുമ്പോൾ ബ്ലഡ് വെളിയിൽ പോകും. അങ്ങനെ ഗർഭിണികളൊക്കെ അവിടുന്ന് കയറ്റി 1.5-2 മണിക്കൂർ ആകുമ്പോൾ എത്തുമ്പോൾ പതുക്കെ വേദനയൊക്കെ വന്നു കഴിഞ്ഞാൽ പതുക്കെ വരാൻ പറ്റുള്ളൂ, സ്പീഡിൽ വരാൻ പറ്റില്ല. ഇതിനേക്കാളും മോശമാണ് നമ്മൾ ഇവിടുന്ന് ഒരു 3 കിലോമീറ്റർ കഴിഞ്ഞ റോഡ് ഫുള്ള് ഓഫ് റോഡാണ്. വണ്ടി പതുക്കെ കൊണ്ടുവരാൻ പറ്റുള്ളൂ, കൂടുതൽ സ്പീഡിൽ വരാൻ പറ്റില്ല. സ്പീഡ് മഴക്കാലമായാലും അതേ അവസ്ഥ തന്നെയാണ്, കൂടും. വണ്ടി ഒരു 10 കിലോമീറ്റർ സ്പീഡിന് മേലെ പോകാനും പറ്റില്ല, പതുക്കെ വരാൻ പറ്റുള്ളൂ. പിന്നെ ഇവരെ തമിഴ്നാട് അവർ 5 മണിക്ക് ശേഷം വിടില്ല, എന്നാലും അവർ നമ്മളോട് സഹകരിക്കുന്നുണ്ട്. സമയമായി കഴിഞ്ഞാൽ വണ്ടി വിടില്ല, അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആംബുലൻസ് ഒക്കെ ഉണ്ടെങ്കിലോ മണിയുടെ പറഞ്ഞ പോലെ അവിടെ ഒരു ഹോസ്പിറ്റൽ ഉണ്ടെങ്കിൽ വളരെ സൗകര്യമാണ്. പ്രാർത്ഥിക്കുക നമ്മുടെ ഭരണകർത്താക്കൾക്ക് നല്ല ബുദ്ധിയും വിവേകവും ഉണ്ടാവട്ടെ. സാറ് ഒരു തവണ കൂടെ ഒന്ന് വന്ന് നോക്കിയാൽ മതിയായിരുന്നു. ഒന്നും പറ്റില്ല, ഒരു വഴിയൊക്കെ നന്നാകുമ്പോൾ മതി. ഇപ്പം മഴ പെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കീരപ്പാടി ചെക്ക് പോസ്റ്റ് എന്ന് പറയും, എൻ്റെ ബോർഡർ അതിർത്തിയുണ്ട്, തമിഴ്നാട് കേരളവും. അപ്പുറത്ത് തീരെ മോശമാണ് നമ്മുടെ കേരളത്തിൽ. ഇല്ലെങ്കിൽ ഈ വീട് നന്നാക്കി തന്നാൽ മതിയായിരുന്നു. അല്ല ഇപ്പോൾ മൂപ്പന് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഒരു മാറ്റർ പറഞ്ഞു എന്താണെന്നറിയോ? ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമ്മളൊരു വഴി എന്തെങ്കിലും ശരിയാക്കാൻ വേണ്ടിയിട്ട് കോൺഗ്രസ്സുകാർ വന്നാൽ പറയും അത് പറ്റില്ല എന്ന് പറയും. ഇയാൾ CPM-കാർ BJP കൊണ്ടുവന്നാൽ പറയും അത് BJP അത് നമുക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറയും. അപ്പോൾ ഈ 3 സംവിധാനങ്ങളും ഇവിടെ കൊണ്ട് ചെയ്യുന്ന ചില ഒരുതരം ഒരു വൃത്തികെട്ട കളിയാണ് അനുഭവിക്കുന്നത്. ഞാനിപ്പോൾ ഇന്നലെ വരെ പറഞ്ഞു, മെയിനായി 2 പേര് വന്നിട്ടുണ്ടായിരുന്നു. എന്നറിയാം, ഒരു മരണം ആളുടെ മാമനാർ മരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടി കുറച്ച് പേര് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് വഴിയൊക്കെ നടി, ഏത് കാലത്ത് വഴിയടിയാലും നടക്കില്ല. അത് എന്തെന്ന് വെച്ചാൽ ഏത് പാർട്ടിക്കാരായിക്കോട്ടെ, പക്ഷെ അവിടുത്തെ ജനങ്ങൾ ഒന്നും കൂടിയാൽ നടക്കും. അതാണ് വേണ്ടത്. അതാണ് ജനങ്ങൾ ഒന്നും കൂടിയാൽ നടക്കും. ഇല്ലെങ്കിൽ 10 ജന്മം എടുത്താലും ഇതിൻ്റെ സാധനം നടക്കില്ലത്. എൻ്റെ ഉദ്ദേശം അതാണ്. അവിടുത്തെ ജനങ്ങൾ ഒന്നു കൂടിയാൽ നടക്കും, ഇല്ലെങ്കിൽ നടക്കില്ല. അത് അവരവർ വഴിപാട്ട് പോവും. അവർ പഞ്ചായത്തിൽ നിന്ന് ഭരണം ഉണ്ടാക്കിയിട്ട് അവർ പോവും.
5 വർഷം കഴിഞ്ഞാൽ അവർ മാറും. അത്രേ ഉള്ളൂ നടക്കുന്നത്. പിന്നെ ഇപ്പോൾ ഇതാ പ്രൊമോട്ടർ ഉണ്ട്, അത്യാവശ്യം നല്ല കള്ളാസിന്തി റെഡിയാക്കി ഇവൻ റെഡിയാക്കി കൊടുക്കും, പെട്ടെന്ന് റെഡിയാക്കി കൊടുക്കും. അങ്ങനെ ഒരു ഇതുണ്ട്. അത് എല്ലാവരും പോകേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനൊരു സപ്പോർട്ടുണ്ട് ട്രൈബൽ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന്. വേറെ ഒരു സഹായമല്ല ഞങ്ങൾക്ക്. ഫോറസ്റ്റുകാർ വരും, അവർ സഹായിക്കുന്നുണ്ട് കേട്ടോ. എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ ഉടനെ റേഞ്ച് ഓഫീസിനെ വിളിക്കാം പറഞ്ഞു അതൊക്കെ ചെയ്യും. വണ്ടിയിൽ എന്തെങ്കിലും തടസ്സമുണ്ട് എന്തുണ്ടെങ്കിലും ആൾ പറയും, ശരി നമ്മൾ ഇവിടെ പറയാം, തമിഴ്നാട്ടിൽ പറയാം എന്നൊക്കെ വിളിച്ചൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഒരു സഹായം ഉണ്ട് അവർ കൊണ്ട്, നമ്മുടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ്. അതും വലിയ കാര്യം തന്നെ. എന്നറിയാം ചില സമയത്തിൽ ഇവരും പറഞ്ഞത് ശരിയാണ്. തമിഴ്നാട് സമയമായി കഴിഞ്ഞാലും പോകാൻ പറ്റില്ല മൃഗത്തിൻ്റെയും. പിന്നെ ഞമ്മക്കോ പോയി തന്നെ ആണെന്നൊരു മനസ്സിലുണ്ടാകും. അങ്ങനെ നമ്മൾ പോകും ചോദിച്ചിട്ട്. അങ്ങനൊരു പ്രശ്നമുണ്ട് മെയിനായിട്ട്. അപ്പോൾ എല്ലാം നല്ലത് വരട്ടെ, നല്ല വരട്ടെ, എല്ലാവർക്കും സന്തോഷം ഉണ്ടാവട്ടെ, എല്ലാവരുടെയും മുഖത്തും ചിരി വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ഈ യോഗം അവസാനിപ്പിക്കും. അപ്പോൾ ഒരു സ്പെഷ്യൽ താങ്ക്സ് ഈ പറയുന്ന നമ്മുടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിലെ ആളുകളാണ് ഇതിന് ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നത്. എല്ലാവർക്കും കാരണം ദേവൻ സാറ് സത്യത്തിൽ കഴിഞ്ഞ 1 മാസമായിട്ട് പ്ലാൻ ചെയ്യുന്ന ഒരു കാര്യമായിരുന്നു. അപ്പോൾ അതും എല്ലാം കൂടിയിട്ട് എന്താ പറയുക, ഇന്നൊരു വളരെ സന്തോഷമുള്ള കാരണം ചെറിയൊരു സമയമാണെങ്കിൽ ഇവിടെ എത്തിയിട്ടാണെന്നുണ്ടെങ്കിൽ സമയം കയ്യിൽ പിടിച്ചുകൊണ്ട് ഉദ്യോഗസ്ഥർ ഇവിടെ എത്തി. നിങ്ങൾ അവിടെ നിന്ന് കാരണം അറിയാം റോംപാടിക്ക് നടന്ന് ഇത്രയും ദൂരം നടന്ന് സ്റ്റേഷനെത്തി, സ്റ്റേഷനിൽ 14 കിലോമീറ്റർ ഇങ്ങോട്ട് വരിക എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമൊന്നുമല്ല. അപ്പോൾ അത് ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും ചെയ്യാം. ബാക്കിയുള്ള ഇടപെടാൻ പറ്റുന്നൊരു കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് പറഞ്ഞപ്പോൾ രാഷ്ട്രീയക്കാരെ ആണെങ്കിൽ പോലും ഇടപെടുത്തി ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ഞാനിത് ഉറപ്പല്ല പറയുന്നത്. ഇപ്പോൾ വിജയേട്ടൻ എല്ലാവരും കൂടി പറഞ്ഞതാണ്. നമുക്ക് ഞങ്ങൾ വാഗ്ദാനങ്ങളൊന്നും അല്ല തരുന്നത്, ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ അത്രേ ഉള്ളൂ. ഇപ്പൊ MLA നമുക്ക് വേണ്ടപ്പെട്ട ഒരാളാണ്. അപ്പൊ നമുക്ക് തീർച്ചയായിട്ടും പോയിട്ട് അടുത്തിരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും. MLA നമ്മുടെ നെന്മാറ ബാബേട്ടനൊക്കെ നല്ലൊരു മനുഷ്യനായിരുന്നു. ആള് നടക്കില്ല അല്ല, നല്ല മനുഷ്യനായിരുന്നു. പഞ്ചായത്തിലും ഭരണം വന്നപ്പോൾ അവർ നല്ല മനുഷ്യനായിരുന്നു. പിന്നെ കുറെ ആയിപ്പോണ്ടല്ലേ ഇവർ. ഇപ്രാവശ്യം നമുക്ക് നോക്കാം. ഞങ്ങൾ അടുത്ത സിറ്റിങ് നാളെ തന്നെ ഞങ്ങൾ MLA ആയിട്ടിരിക്കാം. അല്ല, ഇത് അവരെ കാതിൽ വീഴുന്ന പോലെ ഒന്ന് സൂചിപ്പിച്ച് കഴിഞ്ഞാൽ വീഡിയോസ് എല്ലാം കാണിച്ച്. അതെ. ഇല്ലെങ്കിൽ സാറേ ഞാൻ പറഞ്ഞ പോലെ ഈ വഴിയൊന്നും ഈ കാലത്ത് നടക്കില്ല. 10 ജന്മത്തിൽ നടക്കില്ല. അത് നമ്മുടെ ജനങ്ങളും ഒന്നു കൂടിയാൽ നടക്കും. അങ്ങനെ റിസോർട്ട് മാഫിയ വന്ന് കളിക്കും. അതാണ് എന്റെ ഉദ്ദേശം. ഞാൻ പറഞ്ഞു റോഡ് നന്നായി അവർ റിസോർട്ടും മറ്റേ വേറെ ഇതൊക്കെയാണ് വരിക. റിസോർട്ട് എന്ന് പറഞ്ഞാൽ കോളനിനുള്ളിൽ നടത്താൻ പറ്റില്ലല്ലോ. അത് മുതലാളിമാരുടെയോ മറ്റുള്ള റിസോർട്ട് നമ്മൾ ഇതിനുള്ളിൽ അനുവദിക്കില്ല. നമ്മുടെ കോളനിനുള്ളിൽ അവിടെ ഒന്നും മുതലാളിമാർ നമ്മുടെ ആനമട സെറ്റ് പോലെ അതുപോലെ ഞാനിപ്പോ പറയുന്നില്ല. അതെ. എന്നാലും ഞങ്ങൾക്ക് വരുന്നതൊക്കെ ചിലവർ മാറ്റി വെക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു ഉദ്ദേശം പറഞ്ഞാണ് ഞാനത്. ഫുൾ ഇതായി ഞാൻ പറയുന്നില്ല. അപ്പോൾ എന്തായാലും നമ്മൾ വരാം. പിന്നെ ഉറവമ്പാടിയിലെ ഒരു VSSന്റെ കാര്യമാണ് പറഞ്ഞല്ലോ. പറഞ്ഞു. അപ്പോൾ ഞാൻ ഇന്നത്തെ ചില തിരക്കുകളൊക്കെ കൂടിയിട്ടാണ്. അപ്പോൾ ഇന്നലെയും സംസാരിച്ചു. ഇതൊന്ന് കഴിഞ്ഞിട്ട് നമുക്ക് ഇടയ്ക്ക് ഞാൻ വരാം. അത് ഞാൻ വരാം. എന്നിട്ട് നമുക്ക് ആദ്യം ചർച്ച ചെയ്ത് ഇതിലേക്ക് കടക്കണം. അത് ഞാൻ അവരുമായിട്ട് ഒന്ന്. ശരി സാർ. എൻ്റെ അയ്യപ്പൻ ഉറവമ്പാടി കോളനിയിലെ മൂപ്പ ഞങ്ങളെ എൻ്റെ അടുത്ത ട്രിപ്പ് ഒരു 2 മാസം കഴിഞ്ഞ് ഞങ്ങൾ വരുന്നുണ്ട്. അവിടെ നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ അവിടെ കാര്യമായി ചെയ്യാം കേട്ടോ. ചില സമയത്ത് വിളിച്ചാൽ ആളിനെ വിളിച്ച് കിട്ടും. ഫോൺ നമ്പർ വെച്ചോ. ഈ ടൗണിലൊക്കെ ജീവിക്കുന്ന ആൾക്കാർക്ക് ശരിക്കും സ്വർഗ്ഗമാണ്. അത് ഇപ്പോഴാണ് ശരിക്കും ബോധ്യപ്പെടുന്നത്. ഇവിടെ വന്ന് ഇവരുടെ പ്രശ്നങ്ങൾ കേൾക്കാൻ പറ്റിയാൽ അതൊരു ഭാഗ്യമായിട്ട്, അത് കേൾക്കാൻ പറ്റിയത് അറിയാൻ പറ്റിയത് വലിയ ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നു. അതുപോലെ നിങ്ങളും ഇതെല്ലാം ഷെയർ ചെയ്യുക. പരമാവധി എത്തേണ്ടടുത്ത് എത്തണം, കാണേണ്ടവർ കാണണം. ഇതിലൊക്കെ നല്ല തീരുമാനങ്ങൾ എടുക്കാൻ പറ്റട്ടെ സർക്കാരിന്. ഇവിടെയും ജീവിക്കുന്നത് പച്ചയായ മനുഷ്യന്മാർ തന്നെയാണ്. ഭാര്യയും മക്കളും കുടുംബവും എല്ലാമായി ജീവിക്കുന്ന പച്ചയായ മനുഷ്യന്മാർ നമ്മളെപ്പോലെ തന്നെ. ഒരുപാട് സങ്കടങ്ങൾ അവർക്ക് ഇനിയും പറഞ്ഞു തീർക്കാനുണ്ട്. ഒന്നും കഴിയുന്നില്ല ഇവിടം കൊണ്ട്. അവരുടെ പ്രശ്നങ്ങൾ അവസാനിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം. ആ പ്രശ്നങ്ങളിൽ എന്തെങ്കിലുമൊക്കെ നമുക്ക് അല്ലെങ്കിൽ നമ്മൾ ഈ ചെയ്യുന്ന ഷെയറിലൂടെ ജനങ്ങളിലോട്ട് അല്ലെങ്കിൽ അധികാരികളുടെ മുന്നിലോട്ട് എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം എന്ന് ഞാനും മനസ്സിലാക്കുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ളൊരു വീഡിയോ ഞാൻ എൻ്റെ ചെറിയ ഈ ഒരു ചാനലിലൂടെ നിങ്ങളിലോട്ട് എത്തിക്കുന്നത്. അപ്പോൾ എല്ലാവരും പരമാവധി ഈ ഒരു വീഡിയോ ജനങ്ങളിലോട്ട് എത്താനായിട്ട്, അധികാരികളിലോട്ട് എത്താനായിട്ട് സഹായിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്.
ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, ഒരുപാട് പ്രശ്നങ്ങൾ പറഞ്ഞില്ല. യാത്രാ സൗകര്യം, മക്കളുടെ പഠന കാര്യങ്ങൾക്കായിട്ട് ഒരുപാട് ദൂരം സഞ്ചരിക്കേണ്ട അവസ്ഥ. ഒരു കുഞ്ഞിന് എന്തെങ്കിലും ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ഒരു ഹോസ്പിറ്റലിലോട്ടൊരു കാഷ്വാലിറ്റി ട്രീറ്റ്മെൻറ്റ്, ചികിത്സ കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥ. മൃഗങ്ങളുടെ ആക്രമണത്തിൽ നേരിട്ട് അതിനൊരു സൊല്യൂഷൻ കാണാൻ പറ്റാത്ത അവസ്ഥ ഒക്കെ ഭയങ്കര അതിഭീകരമായിട്ടുള്ള അവസ്ഥയിലൂടെയാണ് ഇവിടുത്തെ ജനങ്ങൾ, പാവപ്പെട്ട ജനങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനെല്ലാം ഒരു എന്തെങ്കിലും തരത്തിൽ അവർക്കൊരു സഹായം നമ്മളിലൂടെ ഒരു ഷെയറിലൂടെ എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു വലിയൊരു പുണ്യമായിട്ട് മാറും. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും വീഡിയോ ഷെയർ ചെയ്യുക. CLFൻ്റെ പ്രവർത്തകർക്ക് ഏറ്റവും വലിയ നല്ലൊരു ആശംസകൾ നേർന്നുകൊണ്ട്, അതുപോലെ ഈ പ്രവർത്തനത്തിൻ്റെ നല്ലൊരു ഭാഗമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ദേവൻ സാറിനും വളരെ ഏറെ നന്ദി അറിയിച്ചുകൊണ്ട് എല്ലാവർക്കും ബൈ ബൈ.